കേരള കോൺഗ്രസിലെ രാഷ്ട്രീയ വികാസങ്ങളൊക്കെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് UDF. പാർട്ടിയിലെ അഭിപ്രായ ഭിന്നത കൂടുതൽ രൂക്ഷമായേക്കുമെന്ന വിലയിരുത്തലാണ് മുന്നണിയിലുള്ളത്. ഒരു വിഭാഗം നേതാക്കൾ UDFിലെത്താനുള്ള സാധ്യത നേതൃത്വം തള്ളിക്കളയുന്നുമില്ല. സാഹചര്യം നിരീക്ഷിച്ച് സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാക്കിയാൽ മതിയെന്നും ധാരണയായി. മുഹമ്മദ് അസ്ലം ഉണ്ട് വിവരങ്ങൾ നൽകാനായി. അസ്ലം, ഇപ്പോൾ UDF ആണ് കേരള കോൺഗ്രസ് MLA ചർച്ചകൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഒരു ഘട്ടത്തിൽ കേരള കോൺഗ്രസ് ഇതാ ഇപ്പുറത്തേക്ക് എത്തി എന്ന് പറഞ്ഞു വരെ ചർച്ചകളുണ്ടായി. പിന്നീട് എന്ത് നടന്നു എന്നൊന്നും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ തർക്കങ്ങളിൽ UDFന് ഒരു നേട്ടമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണോ? കേരള കോൺഗ്രസ് മാണി വിഭാഗം UDF നേതൃത്വവുമായി ചർച്ച നടത്തുകയും ഒരു ഘട്ടത്തിൽ മുന്നണി മാറാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തതാണ്. അതേസമയം റോഷി അഗസ്റ്റിൻ ഒരു കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് അത് പോകേണ്ടതില്ലാത്ത നിലപാടെടുത്ത് ഉറച്ചു നിന്നോടുകൂടിയാണ് കേരള കോൺഗ്രസ് വീണ്ടും LDF തന്നെ നിൽക്കുന്നത്. പക്ഷെ അതിനുശേഷവും കേരള കോൺഗ്രസിനകത്ത് ഇത് സംബന്ധിച്ചുള്ള മുന്നണി മാറാൻ കഴിയാത്തതിലും അതോടൊപ്പം തന്നെ ആ ഒരു ആഭ്യന്തര പ്രശ്നം പുറത്തു വന്നതിലേക്കുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്കാണ് ജോസ് കെ മാണി തന്നെ പാലയിൽ മത്സരിക്കുമെന്ന് റോഷി അഗസ്റ്റിൻ ഒരു വേദിയിൽ തന്നെ പറയുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ ചെയർമാന്റെ മൈക്ക് തട്ടിപ്പറിച്ചെടുത്ത് അല്ലെങ്കിൽ എടുത്ത് കയ്യിൽ നിന്ന് വാങ്ങി തന്നെ ആ കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്നു. അങ്ങനെ അത് സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസം പാർട്ടിക്കകത്ത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനകത്ത് രൂക്ഷമാകുന്ന ഒരു ഘട്ടത്തിലാണ് ഇത് സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ UDF തീരുമാനിച്ചത്. അതായത് UDF കരുതുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനകത്ത് കടുത്ത അഭിപ്രായ ഭിന്നത ഉണ്ട്. ഇപ്പോൾ മുന്നണി തുടരുന്ന ഘട്ടത്തിൽ തീരുമാനം ആയ സാഹചര്യത്തിൽ ഇനി ഇറങ്ങണ്ട എന്നൊരു വിഭാഗം പറയുന്നുണ്ട്. അതേസമയം തന്നെ ഇനി മുന്നോട്ട് പോകുന്നത് LDFനും കാര്യമായ പരിഗണന ലഭിക്കാത്തൊരു സാഹചര്യം വരും. അതുകൊണ്ട് തന്നെ കുറച്ചു പേർക്കെങ്കിലും UDFിലേക്ക് പോകണമെന്ന ശക്തമായ അഭിപ്രായമുണ്ട്. പലരും UDF നേതാക്കളുമായി മറ്റും തങ്ങളുടെ വികാരം പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാണി കോൺഗ്രസ് എന്ന അർത്ഥത്തിൽ തന്നെ പൂർണ്ണമായും UDFിലേക്ക് വന്നില്ലെങ്കിൽ പോലും ചില നേതാക്കളെങ്കിലും പ്രത്യേകിച്ച് സ്വാധീനമുള്ള ചില നേതാക്കളെങ്കിലും UDFിലേക്ക് വരാനുള്ള സാധ്യത അവർ തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ നടക്കുന്ന സീറ്റ് വിഭജന ചർച്ച മറ്റ് ഘടകകക്ഷികൾ നടക്കുന്ന സീറ്റ് വിഭജന ചർച്ച വളരെ ധൃതിപ്പെട്ട് പൂർത്തീകരിക്കേണ്ടതില്ല എന്നൊരു ധാരണ നേതാക്കൾക്കിടയിൽ UDFിലെ തന്നെ ഘടകകക്ഷി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കിടയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു സാവധാനം മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട നേതാക്കൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്ന് വരാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ അത് ഗുണം ചെയ്യുന്ന കാര്യമാണെങ്കിൽ അവർക്ക് കൂടി സീറ്റ് നൽകുന്ന രീതിയിലേക്ക് ചർച്ചകൾ വികസിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഒരു രാഷ്ട്രീയ സംഭവവികാസങ്ങൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലുണ്ടാകുന്ന രാഷ്ട്രീയ തർക്കങ്ങളും രാഷ്ട്രീയ സംഭവവികാസങ്ങളൊക്കെ തന്നെ നിരീക്ഷിച്ച് മെല്ലെ സീറ്റ് വിഭജനവുമായി മുന്നോട്ട് പോയാൽ മതി എന്നൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. കേരള കോൺഗ്രസ് മാണി വിഭാഗം നേരത്തെ തന്നെ വളരെ ശക്തമായൊരു തീരുമാനം എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജോസ് കെ മാണിയുമായി നടത്തിയ ചർച്ചയിൽ വിദേശത്ത് മറ്റോ നടത്തിയ ചർച്ചയിലൊടുവിലാണ് മുന്നണിയിലേക്ക് എത്താനുള്ള ഒരു ധാരണ എത്തിയത്. അതേസമയം മുഖ്യമന്ത്രി കൃത്യമായി തന്നെ റോഷി അഗസ്റ്റിൻ മുഖേന ഇടപെടുകയും അവരെ മുന്നണിയിൽ നിർത്തുകയും ചെയ്തതാണ്. അത് പൂർണ്ണമായ തൃപ്തി ശരിക്കും ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള ആൾക്കാർക്കില്ല എന്ന് തന്നെയാണ് നേതൃത്വം മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ നിലവിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ചാടാനുള്ള സാധ്യതയും കുറവ്. അതേസമയം പുതിയ ഉണ്ടാവുന്ന റോഷി അഗസ്റ്റിൻ ഒരു സൂപ്പർ ചെയർമാൻ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് ഒരു വിഭാഗം നേതാക്കൾക്ക് കടുത്ത എതിർപ്പും അമർഷവുമുണ്ട്. ഒരുപക്ഷെ ആ നേതാക്കളിൽ ആരെങ്കിലും UDFിലേക്ക് വരാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ അവർക്ക് കൂടി അവസരം നൽകുക എന്നതാണ് UDF നേതൃത്വത്തിന്റെ ആലോചന. എന്തായാലും പരസ്യമായ നേതാക്കളൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും സീറ്റ് വിഭജന ചർച്ചയ്ക്ക് ഒരു ചെറിയൊരു മന്ദഗതി നൽകും. അല്ലെങ്കിൽ തിരക്കിട്ട് നിർത്തേണ്ടതില്ലാത്ത തീരുമാനം നടക്കും. ഏതെങ്കിലും നേതാക്കൾ വരികയാണെങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സീറ്റ് വിഭജന ചർച്ചകളായിരിക്കും മുന്നോട്ട് പോകുക. എന്തായാലും കേരള കോൺഗ്രസിലെ തർക്കത്തിൽ UDFിന് പ്രതീക്ഷയുണ്ടോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ വസ്തുത.